എല്ലാവർക്കും നമസ്കാരം. ബാബാമി ക്ലാസ്സിൽ ഇന്നൊരു പുതിയ വിഷയമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ്. കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അധ്യാപകർ അതുപോലെ തന്നെ രക്ഷകർത്താക്കൾ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ 5 കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. 5 കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും കൊണ്ടുപോകും. അപ്പോൾ പ്രിയമുള്ളവരെ, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം എന്നുള്ളതാണ് എന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥകളിലൂടെയും അതുപോലെ തന്നെ ഉദാഹരണങ്ങളിലൂടെയും നമുക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ കൊണ്ടുപോകും. കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ കൊണ്ടുപോകും. ഇപ്പോൾ ഒരു വരണ്ട അവസ്ഥയിലല്ലാതെ അവർക്ക് ഒരു കഥ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ചുറ്റുപാടുമുള്ളതായ അവർ കാണുന്നതായ കാഴ്ചകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അതിനകത്തെ പല കാര്യങ്ങളിലൂടെയും അവരെ പഠിപ്പിക്കാൻ കൊടുക്കും. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ളതായ കാർട്ടൂൺ കഥാപാത്രങ്ങളെ അവർക്ക് പഠിപ്പിക്കാനെ കൊണ്ട് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കഥകളും അതുപോലെ തന്നെ ഉദാഹരണങ്ങളിലൂടെയും നമുക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ ഉദാഹരണങ്ങളിലൂടെയും നമുക്കവരെ പഠിപ്പിക്കാനെ കൊണ്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലളിതമായ ഭാഷ ഉപയോഗിക്കുക. കുട്ടികളുടെ ക്ലാസ്സിനനുസരിച്ച് ഭാഷ ഉപയോഗിക്കുക. മുതിർന്നവർ സംസാരിക്കുന്നത് പോലുള്ളതായ ഭാഷ ഉപയോഗിക്കാതെ, അല്ലെന്നുണ്ടെങ്കിൽ സങ്കീർണമായ പല ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാതെ ലളിതമായ രീതിയിൽ അവർക്ക് മനസ്സിലാകുന്നതായ കാര്യങ്ങൾ പറഞ്ഞ് അവരെ പഠിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കവരെ പഠിപ്പിക്കാൻ കൊണ്ട് സാധിക്കുക. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലളിതമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അവരെ പഠിപ്പിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചകളിലൂടെ അവരെ പഠിപ്പിക്കുക. വിഷ്വൽ ചെയ്തുകൊണ്ട് അവരെ പഠിപ്പിക്കുക. വിഷ്വൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെ പഠിപ്പിക്കാനൊക്കെ ഉണ്ടാക്കും. ഇപ്പം നമ്മളിപ്പം ഉദാഹരണത്തിന് നമ്മൾ ചാർട്ട് പേപ്പറുകൾ അതിനകത്ത് വരച്ച് നമുക്കവരെ പഠിപ്പിക്കാനൊക്കെ ഉണ്ടാക്കും. അതുപോലെ തന്നെ ചെറിയ ചെറിയ വീഡിയോകൾ കാണിച്ചുകൊണ്ട് അവരെ പഠിപ്പിക്കാനൊക്കെ ഉണ്ടാക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നമുക്കവരെ പഠിപ്പിക്കാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കാനെ കൊണ്ട് വേണ്ടി അനുവദിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് മനസ്സിലാകുന്നുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലായോ, അല്ലെന്നുണ്ടെങ്കിൽ ആ പാഠഭാഗത്തെ ചില ക്വസ്റ്റ്യനുകൾ ചോദിച്ചുകൊണ്ടും അവരോട് അതുപോലെ തന്നെ മനസ്സിലാകാത്ത ഭാഗത്തെക്കുറിച്ച് ഇങ്ങോട്ട് ടീച്ചർമാർക്ക് ചോദിക്കാനെ കൊണ്ടും അവസരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നമുക്കവരെ പഠിപ്പിച്ചെടുക്കാൻ കൊണ്ട് സാധിക്കും. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാനെ കൊണ്ടുള്ള അവസരങ്ങൾ കൊടുത്തുകൊണ്ട് നമുക്കവരെ പഠിപ്പിക്കാനെ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമയുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവർക്ക് പ്രോത്സാഹനവും കൊടുക്കണം. ഇപ്പോൾ അവർ പ്രായത്തിൻ്റെ അനുസരിച്ച് ഇപ്പം അവർ പഠിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ ചില സമയങ്ങളിൽ അവർക്ക് ചിലപ്പോൾ അത് മറന്നുപോയെന്നിരിക്കുക. അത് നമ്മൾ സ്നേഹത്തോടെ അവരെ വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവർക്കത് മനസ്സിലായില്ല, ഏതെങ്കിലും ഒരു ഭാഗം വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും അവരോട് പറഞ്ഞു കൊടുക്കുക. മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ അവരോട് സ്നേഹത്തോട് സംസാരിക്കുക, ക്ഷമയോടുകൂടി അവരെ കേൾക്കുക. മനസ്സിലായി? ഈ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ പ്രോത്സാഹനങ്ങൾ കൊടുക്കുക. ഇപ്പം നമ്മളിപ്പോൾ ചോദിക്കുന്ന ഒരു കാര്യത്തിന് അവർ ഉത്തരം നൽകുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രോത്സാഹനം കൊടുക്കുക. അഭിനന്ദിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങിയിരിക്കണം. ഇപ്പം അവർക്കൊരു ഹോംവർക്ക് കൊടുത്ത് വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിറ്റേ ദിവസം തന്നെ നമ്മളത് ചെക്കാക്കിയിട്ട് അതിനകത്ത് നല്ല എഴുത്താണെന്നുണ്ടെങ്കിൽ വെരി ഗുഡ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ അവർക്കൊരു മാർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റാർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കത്
വീണ്ടും പഠിക്കുവാനെ കൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും അത് ചെയ്തു കൊണ്ടുവരുവാനെ കൊണ്ട്, പിറ്റേ ദിവസം അതിനുവേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പോടുകൂടി വരുവാനെ കൊണ്ട് അവർക്ക് സാധിക്കും. അപ്പോൾ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ നല്ലപോലെ പഠിപ്പിച്ചെടുക്കാനെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ പ്രായത്തിൻ്റെ അനുസരിച്ച് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാനെ കൊണ്ട് സാധിക്കും. ഓരോ ക്ലാസ്സിൽ ഓരോ ലെവലിനനുസരിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കവരെ പഠിപ്പിക്കാനെ കൊണ്ട് സാധിക്കും. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം കഥകളിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും നമുക്കവരെ പഠിപ്പിക്കാനെ കൊണ്ട് സാധിക്കും. രണ്ടാമത് ഭാഷ. നമ്മൾ സംസാരിക്കുന്നതായ ഭാഷാ രീതി നമ്മൾ ശ്രദ്ധിക്കണം. അവർക്ക് വേണ്ടുന്നതായ രീതിയിലുള്ള ഭാഷയിലൂടെ മാത്രമേ അവരെ പഠിപ്പിക്കാവുള്ളൂ. മൂന്നാമത് വിഷ്വൽ, കാഴ്ചകളിലൂടെ അവരെ പഠിപ്പിക്കുക. വിഷ്വൽ ചെയ്തുകൊണ്ട് അവരെ പഠിപ്പിക്കുക, മനസ്സിലാക്കി കൊടുക്കുക. മനസ്സിലായല്ലോ. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കാനെ കൊണ്ടുവേണ്ടി അവരെ അനുവദിക്കുക. അതുപോലെ തന്നെ നമ്മളും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക. അഞ്ചാമത്തെ കാര്യം ക്ഷമയും അതുപോലെ തന്നെ പ്രോത്സാഹനവും കൊടുക്കുക. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ പഠിപ്പിച്ചെടുക്കാനെ കൊണ്ട് സാധിക്കും. ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുമായിട്ട് നിങ്ങൾക്ക് എത്താം. അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പം കുട്ടികളെ എങ്ങനെ പഠിപ്പിച്ചു കൊണ്ടുവരാം, അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികളെ ഏത് രീതിയിൽ നമുക്ക് അവരെ മനസ്സിലാക്കിയെടുക്കാനെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ തന്നത്. അതുകൊണ്ട് ഇത്രയും നേരം കേട്ടതിൽ നന്ദി. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഈ കാര്യങ്ങൾ ഓരോന്നും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ആ രീതിയിൽ മാത്രം മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അവരെ പഠിപ്പിക്കാനെ കൊണ്ട് കഴിയത്തുള്ളൂ, അവർക്ക് മനസ്സിലാകത്തുള്ളൂ. നന്ദി.